ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡയലോഗ്സ് മുഴുവൻ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്, പക്ഷേ ഇതിനകത്ത് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് കണ്ണൂർ ഡയലക്റ്റിലാണ്. അപ്പോൾ കണ്ണൂർ ഡയലക്റ്റ് ആദ്യം പഠിക്കണം. ആൻഡ് അതിന് ശേഷം ഞങ്ങൾ ഇതിനെ പ്രോപ്പറായിട്ട് ഇമോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഈ ഡയലക്റ്റ് പഠിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ചേട്ടൻ. സോ ഹീ യൂസ് ടു ടെൽ us ഓൺ എങ്ങനെയാണ് ഇത് പറയണത്. അപ്പോൾ ഇതിനകത്ത് ഒരു വേർഡ് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അതൊരു കണ്ണൂരിൻ്റെ ആ കറക്റ്റ് വേർഡ് മാച്ച് ചെയ്ത് വരണമല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ആ മീറ്ററിൽ തന്നെ പറയണം, അതേപോലെ തന്നെ പറയണം. ആൻഡ് അതും ഞങ്ങൾക്ക് ഒറ്റ ഷോട്ടിൽ എടുക്കുന്ന സീൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. ഒരു 3.5 minutes ലോങ് ഒരു സീനുണ്ട് ഇതിനകത്ത്. അതിൽ അടുക്കളയിലെ ആക്ടിവിറ്റിയും കൂടുതൽ ഡയലോഗ്സും ഞാൻ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ സീൻ ഇന്ന് തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ നെഞ്ചിടിക്കുകയായിരുന്നു. കാരണം അത് എടുക്കുന്ന സമയത്ത് ഞാൻ അനുഭവിച്ച പ്രഷർ എനിക്കറിയാം എന്തുമാത്രം ഉണ്ടായിരുന്നു എന്ന്. സോ ദാറ്റ് വാസ് എ ബിഗ് ചാലഞ്ച്. അപ്പോൾ അതുകൊണ്ട് ശബ്ദം കൊണ്ട് ഞാൻ ഇത്രയും നാൾ സംസാരിച്ചിരുന്നതേ ഉള്ളൂ, പക്ഷേ ഇമോട്ട് ചെയ്തിട്ടില്ല ഇതുവരെയും ഞാൻ എൻ്റെ ലൈഫിൽ. അപ്പം അത് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. And I tried that, that's it. ഉണ്ടാക്കാമല്ലോ, എന്തുകൊണ്ട്, ഞങ്ങൾക്കും ഫാൻസൊക്കെ വേണ്ടേ. എനിക്ക് മുന്നേ വന്നിട്ടുള്ള ഒരുപാട് നടിമാർക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഫേസ്ബുക്ക് ഇസ് എ ബിഗ് പ്രൂഫ് ഓഫ് ദാറ്റ്. എല്ലാവർക്കും 400,000 500,000 അങ്ങനെ ഒരുപാട് ഫാൻസ് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട്. പിന്നെ അസോസിയേഷനായിട്ട് അവർ മുന്നിൽ വന്ന് അവർക്ക് വേണ്ടി സിനിമയ്ക്ക് പോയിരുന്ന് ക്ലാപ്പ് ചെയ്യുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പ്രോബ്ലി അവരൊക്കെ മെയിൻ ക്യാരക്ടേഴ്സായി വരുന്ന അങ്ങനത്തെ വല്ല ഫിലിം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഫാൻസ് പോയിരുന്ന് കൈയടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ വൈ നോട്ട്? ഐ തിങ്ക് വിമൻ ഓൾസോ ഷുഡ് ഹാവ് ഫാൻസ്. ദേ ഹാവ് ആൻഡ് ലെറ്റ് ദം അസോസിയേറ്റ്. ഈ ലോകം തന്നെ ഒരു മെൻസ് വേൾഡാണ്. സിനിമയിൽ ഒരു പക്ഷേ ഒരു ഇൻഡസ്ട്രി മാത്രമേ ഉണ്ടാവുള്ളൂ സ്ത്രീകൾ പവർഫുള്ളായി നിൽക്കുന്നത്. വേറൊരു ഇൻഡസ്ട്രിയില്ല, അത് ഫാഷൻ ഇൻഡസ്ട്രിയാണ്. ഒരുപക്ഷെ നമ്മൾ റാമ്പിൽ കാണുന്ന മോഡൽസിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ സ്ത്രീകൾ പുരുഷന്മാരെക്കാളും അപ്പർ ഹാൻഡിൽ നിൽക്കുന്നതും കൂടുതൽ ഇൻ നമ്പർ ഉള്ളതും. ബാക്കി എല്ലാ ഫീൽഡ് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാട്ടിലും എല്ലാത്തിലും ദേ ആർ ലെസ് ഇൻ നമ്പർ. ഐ എം ടോക്കിംഗ് അബൌട്ട് ജോബ്സ്, ഐടിയിലായാലും സിനിമയിലായാലും ബാങ്കിങ്ങിലായാലും എവറിവെയർ നമ്പർ ഓഫ് വിമൻ വർക്കിംഗ് ആർ ലെസ്സർ വെൻ കമ്പയർഡ് ടു മെൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ it's not that you have to ask for your rights and get it done. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് യെസ്, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്ക് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഭയങ്കര ഒരു ശക്തിയാണ്. അതിപ്പോൾ അമ്മയായാലും അമ്മായിയമ്മയായാലും സിസ്റ്റർ ആയാലും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫീമെയിൽ കൊളീഗ് ആയാലും, വെൻ എ വുമൺ സ്റ്റാൻഡ്സ് അപ്പ് ഫോർ എ വുമൺ യു ഫീൽ മച്ച് സ്ട്രോങ്ങർ. അപ്പോൾ ആ പേരിൽ ഓഫ് കോഴ്സ് യെസ്, കുറച്ചും കൂടെ ഒന്ന് അവർക്ക് സംഘടിക്കാം. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഒരുപാട് ആൾക്കാരെ കുറിച്ചിട്ടുള്ള ചർച്ചയുടെ ഭാഗം ഞാനായിട്ടുണ്ട്. ഒരുപാട് നടിമാരെ കുറിച്ചിട്ടുള്ള ഗോസിപ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതൊരു രസമാണ്. ഐ തിങ്ക് ഇഫ് ഐ ആം പുട്ട് ഇൻ ദാറ്റ് ജോണർ ഐ വിൽ ഓൾസോ ബി കൺസിഡർഡ് പ്രിവിലേജ്ഡ്. ഒരാൾ എന്നെക്കുറിച്ചിട്ട് എന്നെ അറിയാത്ത ഒരാൾ എന്നെക്കുറിച്ച് സംസാരിക്കണം, നല്ലതോ ചീത്തയോ അത് ആൾക്കാർക്ക് എന്തുവേണോ സംസാരിക്കാം. സംഭവിച്ചതും സംസാരിക്കാം, സംഭവിക്കാത്തതും അവർക്ക് സംസാരിക്കാം. പക്ഷേ എന്നെക്കുറിച്ച് എന്നെ അറിയാത്ത ഒരാൾ ചർച്ച ചെയ്യുന്നു, ഞാൻ അല്പസമയത്തെങ്കിലും അവരുടെ ഒരു കോൺവെർസേഷൻ്റെ ഭാഗമാകുന്നു, അവരതിനെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ അത്രയും കോളം അവർ എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ടു ഡു എനി കൈൻഡ് ഓഫ് പബ്ലിസിറ്റി. ഐ തിങ്ക് ഐ വുഡ് കൺസിഡർ മൈസെൽഫ് പ്രിവിലേജ്ഡ്. ഞാൻ ഇനി ഒരു സിനിമ ഞാൻ അഭിനയിച്ചത് എൻ്റെ ലൈഫിൽ ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഐ വാസ് എ റേഡിയോ ജോക്കി. 10 വർഷമായിട്ട് ഞാൻ ദുബായിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു റേഡിയോ ഷോയുടെ ജോക്കാണ് ഞാൻ. പക്ഷെ ഞാൻ ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ ഈ റേഡിയോ ജോബ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരോടും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഞാൻ എന്തായിരുന്നു എന്ന് പണ്ട്. അതിനൊരു ടെസ്റ്റിമോണിയൽ ഇല്ല. അതൊരു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തോന്നുന്നു ദിസ് ഇസ് നൈലാന്ന്. പക്ഷെ ഞാൻ ആ സീനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആൾക്കാരുടെ അടുത്ത് കാണിച്ചു കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്ത കുഞ്ഞനന്തൻ്റെ കട എനിക്ക് എത്ര വർഷം കഴിഞ്ഞും എൻ്റെ കുട്ടികൾക്ക് അവരുടെ കുട്ടികൾക്കൊക്കെ പ്രോബബ്ലി കാണാം, ദിസ് വാസ് മൈ മോം, മൈ ഗ്രാൻഡ് മദർ. സോ അതാണ് ബ്യൂട്ടി ഓഫ് സിനിമ. അപ്പോൾ അതായിരുന്നു എൻ്റെ സിനിമയിലേക്ക് വരുന്ന ആദ്യത്തെ ലക്ഷ്യം, വെദർ ടു സീ ഇഫ് ഐ ക്യാൻ ഡു എ സിനിമ. അപ്പോൾ അത് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ സിനിമ ഞാൻ ചെയ്തു. ഇനി എത്ര സിനിമ ചെയ്യുമെന്നോ ഇവിടെ നിന്ന് ഇനി ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നോ ഐ ഡോണ്ട് ഹാവ് എനി പ്ലാൻസ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഐ ബിലീവ് ഒരു സ്ത്രീ അവർ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് കല്യാണമായാലും, ടു ബിക്കം എ മദർ, ടു ടേക്ക് എ ജോബ്, ടു ടേക്ക് കെയർ ഓഫ് എ ഫാമിലി, ഇതൊക്കെ നമ്മൾ ലൈഫിൽ നമ്മൾ ഓരോ മൈൽ സ്റ്റോൺസ് ആണ്. അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട പ്രായത്തിൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് ഒരു 30 വയസ്സായെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയും വിചാരിക്കരുത് അവരുടെ ജീവിതം അവസാനിച്ചു എന്ന്. ഒരു അമ്മയായതുകൊണ്ട് ലൈഫിൽ നമുക്കിനി ഒന്നും നേടാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. ഐ തിങ്ക് മൈ ലൈഫ് ഇസ് എൻ എക്സാമ്പിൾ ടു ഓൾ ദ വിമൻ. ഇഫ് യു തിങ്ക് യു ക്യാൻ ഡു, യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ്. നത്തിങ് ഷുഡ് സ്റ്റോപ്പ് യു. സോ എനിക്ക് ധൈര്യപൂർവ്വം ഞാൻ പറയാൻ ഞാനൊരു അമ്മയാണ്. ആൻഡ് ദാറ്റ് ഐ ആം 30 years now. അഹങ്കാരം എന്ന് പറയുന്നത് ഞാനെന്ന ഭാവമല്ല. എനിക്ക് അഹങ്കാരമില്ല, പക്ഷെ ഞാൻ എൻ്റെ കാര്യത്തിൽ വളരെ കോൺഫിഡൻ്റ് ആണ്. ഈ സിനിമയുടെ കാര്യം എനിക്ക് അഭിനയം എന്താണെന്ന് അറിഞ്ഞുപോലും കൂടാത്ത സമയത്ത് സലീമൊക്കെ എന്നെ വിളിച്ചിട്ട് ഈ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത് അഭിനയിക്കാൻ പറ്റുമോ ഈ റോൾ എന്നാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്കിത് അഭിനയിക്കാൻ പറ്റുമോ എന്നറിയില്ല, കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് അഭിനയമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എന്നെ വിശ്വസിച്ച ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഞാൻ അതിനൊരിക്കലും മോശമാക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അതിനിപ്പോൾ എന്ത് ജോലിയിലായാലും ഇഫ് ഐ എം ഇൻ ടു ഇറ്റ് ഐ എം 100% ഷുവർ ദാറ്റ് ഞാനത് അബവ് ആവറേജ് ആക്കിയെങ്കിൽ ഞാൻ അതിന് തിരിച്ചു വരുള്ളൂ.
അപ്പം അത് എൻ്റെ കോൺഫിഡൻസ് ആണ്. അത് അഹങ്കാരം എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീകൾ അത്ര കോൺഫിഡൻ്റ് ആകുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും അഹങ്കാരമാണെന്ന്. പക്ഷേ ഐ ഓൾവേസ് ഐ ലവ് ടു ബി ഹംബിൾ. ഐ ബിലീവ് ഇൻ ലോട്ട് ഓഫ് പീപ്പിൾ. എനിക്ക് എൻ്റെ മുന്നേ വന്ന് പോയിട്ടുള്ളത് എല്ലാവരും, എൻ്റെ മകളായിട്ട് അഭിനയിച്ച കുട്ടി എന്നെക്കാട്ടിലും എന്താ പറയുന്നത്, ഷീ ഹാസ് ഡൺ മോർ മൂവീസ് ദാൻ മീ. ആ കുട്ടി എന്നെക്കാൾ വലിയ ആർട്ടിസ്റ്റായിട്ട് കണ്ട് റെസ്പെക്റ്റാണ് ഞാൻ ചെയ്യുന്നത്. സോ ഐ തിങ്ക് യു ഹാവ് ടു റെസ്പെക്റ്റ് അതേഴ്സ്. നമ്മളെല്ലാവർക്കുമുള്ള സ്പേസ് കൊടുക്കണം. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് കോൺഫിഡൻസ് ആക്കി തന്നെ പുറത്തേക്ക് കൊണ്ടുവരിക. കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയാലും കുഴപ്പമില്ല, ഇഫ് ദാറ്റ് ക്യാൻ ആക്ച്വലി ഹെൽപ്പ് യു. എൻ്റെ ലൈഫിൽ പൈസയും ഉണ്ട്, ഫെയിമും എനിക്ക് ഓൾറെഡി ഉണ്ട്. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ചെറിയ രീതിയിലുള്ള ഫെയിമൊക്കെ ഞാൻ ദുബായിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതൊന്നും എനിക്കൊരു കിക്കും തരുന്നില്ല. ആൻഡ് ഐ എം നോട്ട് ഹിയർ ടു ഗെയിൻ ഈദർ ഓഫ് ദം. ഞാനിവിടെ ഉള്ളത്, ഞാൻ ഒരു ഫിലിം ഉണ്ടാക്കുന്നതിന് പുറകിലുള്ളൊരു ഹാർഡ് വർക്ക്, അതിൻ്റെ ഭാഗമാകുക. അത് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ സക്സസിൻ്റെ ഭാഗമായിട്ട് വരുന്ന സന്തോഷമുണ്ടല്ലോ, അതിൻ്റെ ഭാഗമാകുക. ആൻഡ് ഇഫ് ഐ എം ഗെറ്റിംഗ് മോർ മൂവീസ്, ഐ വിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ദാറ്റ് ആസ് എൻ ആർട്ട്. ആൻഡ് ആ ഒരു ആർട്ട് ഫോമിൻ്റെ ഭാഗമാകാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വലിയ കാര്യം. അല്ലാതെ ഐ എം നോട്ട് ഹിയർ ടു മേക്ക് മണി, ഐ എം നോട്ട് ഹിയർ ടു ഗെറ്റ് ഫേമസ്.